ഈ കാണുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖന്തക്ക് യുദ്ധവേളയിൽ നിരവധി രാത്രികൾ കഴിഞ്ഞുകൂടിയിരുന്ന ഗുഹ. പകൽ സമയങ്ങളിൽ സ്വഹാബാക്കളോടൊപ്പം ഖന്തക്ക് യുദ്ധം നടക്കുന്ന ഭാഗത്തും രാത്രി സമയങ്ങളിൽ ഈ ഗുഹയിലുമായിരുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചിരുന്നത്. ഖന്തക്ക് യുദ്ധം നടക്കുന്നത് അതികഠിനമായ തണുപ്പുള്ള ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രി സമയങ്ങളിൽ ഈ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്നിരുത്തിക്കൊണ്ടായിരുന്നു സംരക്ഷണ കവചം തീർത്തിരുന്നത്. ഈ ഗുഹ നിലനിൽക്കുന്ന പ്രദേശം ബനി ഹറം ഗോത്രത്തിൻ്റെ കീഴിലായതിനാൽ ഇന്നും ഷിഅബ് ബനി ഹറം എന്ന പേരിലും ഈ ഗുഹക്ക് കഹ്ഫ് ബനി ഹറം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഗോർ സജദ എന്നും ഈ ഗുഹക്ക് പേരുണ്ട്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അന്വേഷിച്ച് നടന്ന് അവസാനം കണ്ടെത്തിയത് സില പർവ്വതത്തിലുള്ള ഈ ഗുഹക്കുള്ളിലായിരുന്നു. അന്നേരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായി കിടക്കുകയായിരുന്നു. സുജൂദിൻ്റെ ദൈർഘ്യം നീണ്ടുപോയപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ എന്ന് പേടിക്കുകയും പോകാനൊരുങ്ങിയപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല ഉയർത്തുകയും എന്താണ് നബിയെ ഇത്ര നേരം സുജൂദിൽ കിടന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. അന്നേരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വരികയും നബിയെ അങ്ങയുടെ ഉമ്മത്തിൻ്റെ കാര്യം അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുന്നു, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നറിയിച്ചപ്പോൾ ആ സന്തോഷത്താൽ സുജൂദിൽ കിടന്നതാണെന്നറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഗുഹക്ക് ഗോർ സജദ എന്ന് പേര് വരാൻ കാരണമായത്.